റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വഖഫ് ബോർഡ് വിവാദത്തിൽ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കി വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. അമുസ്ലിം അംഗങ്ങളുടെ നിയമനത്തിന് ഇടത് സർക്കാർ തയ്യാറായിരുന്നുവെന്ന് സുപ്രീം കോടതിയിൽ. അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാൻ ബോർഡിനും എതിർപ്പില്ല. ബാർ കൌൺസിൽ തെരഞ്ഞെടുപ്പ് കാരണമാണ് കഴിഞ്ഞ സർക്കാർ അമുസ്ലിം നിയമനം മാറ്റിവെച്ചതെന്നും KS ഹംസ കോടതിയിൽ. അമുസ്ലിം നിയമനത്തിൽ എതിർപ്പില്ലെന്ന കേന്ദ്ര മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാട് സമസ്തയെയും പ്രതിരോധത്തിലാക്കുന്നു. പുതിയ സർക്കാരാണ് താൽപര്യം കാണിക്കാഞ്ഞതെന്ന് ഉമർ ഫൈസിയുടെ ഹർജിയിൽ പറയുന്നു. വഖഫ് ബോർഡ് മരവിപ്പിച്ച ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. VS രഞ്ജിത്തും ശ്യാം ദേവരാജും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഒരു ഭാഗത്ത് വഖഫ് ബോർഡിലെ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീലിന് പോയ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിട്ട് ഉമർ ഫൈസി മുക്കം പറയുന്നു, UDF ഗവൺമെന്റാണ് താല്പര്യം കാണിക്കാതിരുന്നത്. എന്തിന്? വഖഫ് ബോർഡിൽ കേന്ദ്ര നിയമം അനുസരിച്ച് മുസ്ലിം അല്ലാത്ത 2 ആളുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ വഖഫ് ബോർഡിലെ അംഗം എന്നുള്ള നിലക്ക് എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. ഇനി വഖഫ് ബോർഡ് ചെയർമാനായിട്ടുള്ള KS ഹംസ എന്ന് പറയുന്ന CPM-കാരൻ എന്ത് പറയുന്നു? സുപ്രീം കോടതിയിൽ പറയുന്നു, സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ് കേട്ടോ, നിങ്ങളൊന്ന് ആലോചിക്കണം. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ KS ഹംസ പറയുന്നത്, പൊന്നാനിയിൽ മത്സരിച്ച് 8 നിലയിൽ തൂറി പരകി പൊട്ടിയ KS ഹംസ, വഖഫ് ബോർഡിൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റായി എത്തിയ KS ഹംസ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലത്തിൽ പറയുന്നു, CPM തീരുമാനമെടുത്തതാണ്. കേന്ദ്ര നിയമമായിട്ടുള്ള 2 അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കാൻ CPM തീരുമാനിച്ചതാണ്. ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ആണ് അത് നടക്കാതെ പോയത്. സമയം കിട്ടിയിരുന്നെങ്കിൽ അത് നടത്തിയേനെ എന്ന് പറഞ്ഞാൽ 2026 ഫെബ്രുവരിയിലാണ് ഈ പുതിയ വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ബാർ കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പുണ്ടായി. അത് കഴിഞ്ഞ് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടായി. അതുകൊണ്ട് സമയം കിട്ടിയില്ല. ഇല്ലെങ്കിൽ CPM തീരുമാനിച്ചതാണ്, അവരത് ചെയ്യുമായിരുന്നു. പക്ഷേ UDF ഗവൺമെന്റ് വന്നപ്പോൾ അവർക്ക് ഈ 2 അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കാൻ താല്പര്യമില്ല എന്ന് KS ഹംസയും പറയുന്നു. ഇതേ KS ഹംസ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ ബോർഡിന്റെ പ്രവർത്തനങ്ങളെ മരവിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി പറഞ്ഞപ്പോ അന്ന് ലീഗിന്റെ നെഞ്ചത്തായിരുന്നു KS ഹംസ. ലീഗിന്റെ നെഞ്ചത്ത് അന്ന് പിണറായി വിജയൻ നടത്തി പത്രസമ്മേളനം. എന്താ പത്രസമ്മേളനം നടത്തിയിട്ട് പിണറായി വിജയൻ പറഞ്ഞ്? അന്നും ലീഗിന്റെ നെഞ്ചത്ത്, സതീശന്റെ നെഞ്ചത്ത്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താണെന്നറിയോ? കേരള രാഷ്ട്രീയത്തിലെ ചാണക്യന്മാർ 2 ആളുണ്ട്. 2 ആളും കട്ടക്ക് ആളുകളാ. ഒന്ന് VD സതീശനാണ്, മറ്റൊന്ന് കുഞ്ഞാപ്പയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ ഞങ്ങൾ പരിശോധിക്കാം എന്നുള്ള ഒരു എന്താ പറയേണ്ടത്, ഒരു സ്ട്രാറ്റജിക്കൽ നിലപാടെടുത്തു അല്ലേ? ഒരു സ്ട്രാറ്റജിക്കൽ നിലപാട് ഹൈക്കോടതിയിൽ ആരെടുത്തു? സർക്കാർ എടുത്തു. ആ സ്ട്രാറ്റജിക്കൽ നിലപാടെടുത്തപ്പോൾ ഹൈക്കോടതി എന്താക്കി? നിലവിലെ വഖഫ് ബോർഡിനെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തപ്പോൾ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് എവിടെ പോയി? സുപ്രീം കോടതിയിൽ പോയി. ആര്? വഖഫ് ബോർഡ് പോയി സുപ്രീം കോടതിയിൽ പോയി അല്ലേ? പോയി. അപ്പോൾ സുപ്രീം കോടതിയിൽ പോയപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തേക്ക് വന്നു. അതാണ് ഞാൻ പറഞ്ഞ 2 ചാണക്യന്മാര്. കേരളത്തിലെ ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഓരോ സംഭവ വികാസങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. VD സതീശനും കുഞ്ഞാപ്പയും ചേർന്ന് മന്ത്രിസഭയിലെ 1-ാമനും 2-ാമനും ചേർന്ന് അല്ലേ? KM മാണിയെ കൊണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച കുഞ്ഞാപ്പ. ആ കുഞ്ഞാപ്പ ഇന്നും മന്ത്രിസഭയിലുണ്ട്. ആ കുഞ്ഞാപ്പയും സതീശനും ചേർന്ന് ഒരു കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമെറുക്കുക എന്ന് പറയുന്ന ഏർപ്പാടുണ്ടല്ലോ, ആ ഏർപ്പാടാണ്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമർപ്പിക്കുക. ലീഗുകാരൻ സമുദായത്തെ വഞ്ചിച്ചു. സതീശൻ പിന്നിൽ നിന്ന് കുത്തി. ഹൈഷ്, എന്തായിരുന്നു പിണറായി വിജയന്റെ ആവേശം, എത്രത്തോളായിരുന്നു അല്ലേ? പിണറായി വിജയൻ കിടന്നങ്ങനെ കൊരക്കുകയായിരുന്നു. മൾട്ടി തന്ത സിൻഡ്രം. ഡബിൾ അല്ല, മൾട്ടിപ്പിൾ. 2-ൽ ഒതുങ്ങില്ല, അതിലേറെ. 2-ൽ കൂടുതൽ പോകുമ്പോഴാണ് നമ്മൾ മൾട്ടി എന്നൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്.
രണ്ടാകുമ്പോൾ നമ്മൾ രണ്ടേ ഉള്ളെങ്കിൽ ഡബിൾ ആണ്. അതിന് മുകളിലേക്ക് പോകുന്ന നമ്പറുകളാകുമ്പോൾ മൾട്ടി, അത് 3 ആവാം, 4 ആകാം, 5 ആകാം, 6 ആവാം. ഈ മൾട്ടി തന്ന സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ ഒരു ഭാഗത്ത് നിന്ന് കുരക്കുന്നു, മറ്റൊരു ഭാഗത്ത് കെ.എസ്. ഹംസ കുരക്കുന്നു അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഹൈക്കോടതി വിധി വന്ന കഴിഞ്ഞ ദിവസം കെ.എസ്. ഹംസ പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന് കെ.എസ്. ഹംസ സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളോ? സുപ്രീം കോടതിയിൽ എന്താ പറയുന്നത്? CPM അതിന് റെഡിയായിരുന്നു. ബാർ അസോസിയേഷൻ്റെ എലക്ഷനും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ അതിനൊരു സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ CPM തന്നെ അത് ചെയ്യുമായിരുന്നു, ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു. അപ്പൊ അടുത്ത ആള്, ഇതിലെ രണ്ടാമത്തെ കക്ഷി ആരാ? മുക്കം ഉമർ ഫൈസി എന്ത് പറയുന്നു? UDF സർക്കാരിന് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് അതിന് താല്പര്യമാണ്, ഞങ്ങൾക്ക് ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. UDF സർക്കാരിന് അതിന് താല്പര്യമില്ല. ഇപ്പൊ ഇവരെന്നെയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് എന്ത്? ലീഗ് വഞ്ചിച്ചു, ലീഗ് ചതിച്ചു, ലീഗ് സമുദായത്തെ ഒറ്റുകൊടുത്തു. എടോ, എത്ര തന്തക്കുണ്ടായവരാണോ നിങ്ങള്? പിണറായി വിജയ എത്ര തന്തക്കുണ്ടായതാ? പറയുന്ന വാക്കുകള് എല്ലാ ചെറ്റത്തരവും ചെയ്തിട്ട്, എല്ലാ തെമ്മാടിത്തരവും ചെയ്തിട്ട് ബാക്കിയുള്ളവന്റെ തലയിൽ കെട്ടിവെക്കുക. അതിപ്പോ ഇവരുടെ സ്ഥിരം ഏർപ്പാടാ അല്ലേ? TP ചന്ദ്രശേഖരനെ കൊന്നപ്പോഴും സ്റ്റിക്കർ ഒട്ടിച്ചു, വാടക എടുത്ത വണ്ടിന്റെ പുറകില്. മാഷാ അല്ലാ. ഏത് AKG സെന്ററിലെ മറ്റേ ചുമരിൽ എഴുതി ഒട്ടിച്ച സംഭവമാണല്ലോ മാഷാ അല്ലാ എന്ന് അല്ലേ? ഇവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വാഹനം വാടകയ്ക്ക് എടുക്കുമ്പോൾ അതിന് പുറകിൽ സ്റ്റിക്കർ ഇല്ലാത്ത വാഹനം, കൊലപാതകം കഴിഞ്ഞു നോക്കുമ്പോൾ വാഹനത്തിന് പുറകിൽ മാഷാ അല്ലാ സ്റ്റിക്കർ. എന്തിനാ ഒട്ടിച്ചേ? എന്തിനാ ഒട്ടിച്ചേ? തലശ്ശേരിയിലെ ഫസലിനെ കൊന്നിട്ട് തൂവാല കൊണ്ടുപോയിട്ടു അമ്പലത്തിന് മുമ്പിൽ അല്ലേ? ഷാഫി പറമ്പിൽ വന്നപ്പോ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കി. ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ചെറ്റത്തരം മാത്രം കൈമുതലായിട്ടുള്ള ഒറ്റത്തന്തക്ക് ജനിച്ച് എന്ന് പറയാൻ പറ്റില്ല. സംഭവം നമ്മൾ ഈ ഒറ്റത്തന്തക്കല്ല, മൾട്ടി തന്ത സിൻഡ്രം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ബയോളജിക്കലി കറക്റ്റ് അല്ല ആ ടേം. പക്ഷേ അത് നമ്മൾ എന്താ പറയേണ്ടത്, അത് എന്താ പറയണത്, അതിന് സയൻറ്റിഫിക്കലി അതൊരു ടേം, ബയോളജിക്കലി ഇത് കറക്റ്റായ ഒരു വാക്കല്ല. കാരണം അങ്ങനെ മൾട്ടി തന്തക്ക് ജനിക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. പക്ഷേ ഇവറ്റകളുടെ ഏർപ്പാട്, പ്രവൃത്തി, പണി, കയ്യിലിരിപ്പ് അങ്ങനത്തെയാണ് പല തന്തക്ക് ജനിച്ചവന്മാരുടെ ഏർപ്പാട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുസ്ലിം ലീഗ് ചതിച്ചു, സതീശൻ പിന്നിൽ നിന്ന് കുത്തി. എടോ, നിങ്ങൾക്ക് ഇപ്പോഴും സഖാക്കളെ, നിങ്ങൾക്ക് കൃമികീടങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സതീശൻ ആരാണ്, കുഞ്ഞാലിക്കുട്ടി ആരാണെന്ന്. നിങ്ങളെ കൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഈ വാർത്ത കേട്ടില്ല? ഇപ്പൊ ഞാൻ ആദ്യം പ്ലേ ചെയ്യിപ്പിച്ച വാർത്ത അത് മൊട്ട അരുണിന്റെ വാർത്തയാ. ഏത്? പിണറായി വിജയന്റെ തീട്ടം നക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരൻ അരുണിന്റെ വാർത്തയാണ്. ഈ അരുണ് തന്നെ 2 ദിവസം മുമ്പ്, അതായത് ഹൈക്കോടതി വിധി വന്ന ദിവസം, ഈ അരുണ് ഇതേ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. അന്ന് എന്താ പറയുന്നത്? നിങ്ങളൊന്ന് നോക്കൂ. അന്ന് എന്താ ഇവൻ പറയുന്നത്, ഇന്നെന്താ ഇവൻ പറയുന്നത്? ഇന്നിപ്പോ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. കെ.എസ്. ഹംസ എന്ന് പറയുന്ന പിണറായി വിജയൻ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ട് വഖഫ് ബോർഡ് ചെയർമാനാക്കി നിയമിച്ച ഈ ചങ്ങാതി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയാണ്. ഇന്ന് മനോരമ ന്യൂസിന്റെ മറ്റൊരു വാർത്തയുണ്ട്. എന്താണ് ആ വാർത്ത? മനോരമ ന്യൂസിന്റെ പറയുന്നത്, U-ടേൺ, അമുസ്ലിങ്ങൾ വരുന്നതിന് എതിർപ്പില്ലെന്ന് വഖഫ് ബോർഡ്, കേന്ദ്ര നിയമ ഭേദഗതി അംഗീകരിക്കുന്നു എന്ന് സത്യവാങ്മൂലം. ഇന്ന് സുപ്രീം കോടതിയിൽ ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞു. അപ്പോ തങ്ങളുടെ കസേര ഉറപ്പിക്കാൻ വേണ്ടി എന്ത് ചെറ്റത്തരവും ചെയ്യാൻ ഈ പറയുന്ന ഹംസയും ആ ഹംസയെ നിയമിച്ച ഹംസയുടെ സോക്കോൾഡ് തന്ത പിണറായി വിജയനും റെഡിയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അല്ലേ? ഞാനിതിങ്ങനെ കേൾക്കുമ്പോ ഹംസ ഇമാതിരി ചെറ്റത്തരം കാണിക്കുന്നുള്ളതറിയാം. ഹംസ കൊരക്കായിരുന്നു ഹൈക്കോടതി വിധി വന്നപ്പോ. വെറുതെ ആണോ ഹംസ പൊന്നാനിയിൽ പൊട്ടിപ്പാളീസായത് അല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ 2024. E.T. മുഹമ്മദ് ബഷീറിനെതിരെ മത്സരിച്ചല്ലോ. എന്നിട്ട് എന്തേ 8 നിലയിൽ പൊട്ടി. എന്തേ പൊട്ടാൻ കാരണം? ഇമാതിരി കയ്യിലിരിപ്പുകളാ. സഖാക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ രണ്ടാമനും
ഒരു മുഴം മുന്നേ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ. വളരെ കൃത്യമായിട്ട് ലീഗ് വഞ്ചിച്ചു എന്ന് പറഞ്ഞവരെ കൊണ്ട് ആരാണ് ഈ സമുദായത്തെ യഥാർത്ഥത്തിൽ വഞ്ചിച്ചത് എന്നുള്ളത് ഇവരുടെ നാവ് കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഹംസ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. കാരണം എന്താ, ഹംസക്ക് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഹംസന്റെ കസേര തെറിക്കും. ഹംസക്ക് ആ കസേര അങ്ങനെ തെറിക്കാൻ യാതൊരുവിധ ആഗ്രഹവുമില്ല. ആ കസേര പറ്റുമെങ്കിൽ മരിക്കണത് വരെ ഹംസക്ക് ഹംസന്റെ ആസനം താങ്ങാൻ ആ കസേര ഉണ്ടാകണം എന്നുള്ളതാണ് ഹംസ ആലോചിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഹംസ പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പേ ഞാൻ ഒരു പത്രം എഴുതിയതാ. മലപ്പുറം ജില്ലയിൽ KT ജലീൽ രണ്ടാമനാകുമോ ഈ ഹംസയെക്കുറിച്ച്. എന്താണെങ്കിലും ഹംസ പറയുന്നത് CPM അത് തീരുമാനിച്ചതാണ്. അത് ഇലക്ഷനും ബാർ കൗൺസിൽ ഇലക്ഷനും അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനും വന്നതുകൊണ്ട് അതിലേക്ക് പോകാൻ പറ്റിയില്ല. അത് ഹംസ പറഞ്ഞ കറക്റ്റാണ്. കാരണം 2026 ഫെബ്രുവരിയിലാണ് ഈ ബോർഡ് രൂപീകരിക്കുന്നത്, അല്ലേ? ഒരു ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ പുതിയ അംഗങ്ങളെ നിയമിക്കുന്നത് 2026 ഫെബ്രുവരിയിൽ. അത് കഴിഞ്ഞു. മാർച്ച് കഴിയുമ്പോൾ തന്നെ മാർച്ച് കഴിഞ്ഞില്ല, മാർച്ച് 15-നാണ് എന്ത് വരുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പും നടന്നു, അല്ലേ? പിന്നെ നിയമിക്കാൻ പിണറായി വിജയനില്ലല്ലോ. പിണറായി വിജയനെ അടിച്ച് ഇറക്കിയില്ലേ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന്. എന്നിട്ട് ആ പിണറായി വിജയൻ ഹൈക്കോടതി വിധി വന്നപ്പോൾ ചിലക്കാണ് കിടന്നിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഇച്ചിരി ഉളുപ്പുണ്ടോ ഇവറ്റകൾക്ക്? ഇച്ചിരി ഒരു ലെവൽ ലേശുണ്ടോ? എന്ത് നെറികെട്ട നാണം കെട്ട വർഗങ്ങളാണെന്ന് നോക്കിയേ നിങ്ങൾ.